വെൽക്കം ബാക്ക് റോട്ടോ ടോക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന DCSRH മത്സരത്തെ പറ്റിയാണ്. അതിനു മുമ്പ് നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ മത്സരം ഉണ്ടായിരുന്നു. അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. അതിപ്പോഴും അതിൻ്റെ മത്സരം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും പ്രിഡിക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇത് ഐ ബട്ടണിലും അതുപോലെ കമൻറ്റിലും ഉണ്ട്. ഇനിയിപ്പോൾ അതിലത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആ പ്രൊഡിക്ഷനിലെ. അപ്പോൾ സെക്കൻഡ് പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ഓറഞ്ച് ക്യാപ്പ് വിന്നർ, പർപ്പിൾ ക്യാപ്പ് വിന്നർ, അതുപോലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, ഈ 3 പ്ലെയേഴ്സിനെയും പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പ്രിഡിക്റ്റ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 18-ാം തീയതി വരെയാണ്. അപ്പോൾ നിങ്ങൾ അതുവരെ കാത്തിരിക്കരുത്. ആദ്യം പ്രിഡിക്റ്റ് ചെയ്യണം ആർക്കാണോ, അങ്ങനെയാണ് ഇതിൻ്റെ സമ്മാനം തീരുമാനിക്കുന്നത്. അപ്പോൾ ഏറ്റവും വേഗം തന്നെ പ്രിഡിക്റ്റ് ചെയ്യുക, അതിലാണ് മിടുക്ക് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഫസ്റ്റത്തേൽ നിങ്ങൾ പങ്കെടുക്കുക, അതിലും നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് പുറമെ നമ്മുടെ ടീമിലേക്ക് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടീമിൻ്റെ ജേണിയിൽ അവർക്ക് ഒരു ഭാഗമാവാൻ പറ്റുന്നതായിരിക്കും. മത്സരിക്ക് എടുക്കാമല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ DC രക്ഷപ്പെട്ടു മഴ കാരണം. അതെ, DC രക്ഷപ്പെട്ടു. ഒരു ഹൈദരാബാദിന് ഒരു ഡിസേർവ് ചെയ്യുന്നൊരു പോയിന്റ് അവർക്ക് കിട്ടിയില്ല. അങ്ങനെ പോയിന്റ് ലഭിച്ചിട്ടും ടൂർണമെന്റിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളൊരു അത്യപൂർവ സുന്ദര നേട്ടവുമായി ഹൈദരാബാദ് അങ്ങനെ ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്താവുന്ന 3ാമത്തെ ടീമായിട്ട് മാറിയേക്കാണ്. മാലിദ്വീപിക്കാണ് പോണ്. എന്തായാലും ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കാവ്യ. എനിവേ, മത്സരത്തിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ റണ്ണൊഴുകുന്ന ഒരു കണ്ടീഷൻസ് ആണ് ഹൈദരാബാദിന്റെ. പക്ഷേ അതിന് വിപരീതമായിട്ട് DC അവരുടെ പവർ പ്ലേയിലെ ഏറ്റവും വേഴ്സ്റ്റ് സ്കോർ, അവർ IPL ഹിസ്റ്ററിയിൽ തന്നെ പവർ പ്ലേയിലെ ഏറ്റവും വേഴ്സ്റ്റ് സ്കോറുകളിലൊന്ന് ഇന്നലെ അവർ നേടിയിരിക്കുകയുണ്ടായി. മത്സരത്തോട്ട് വരുമ്പോൾ തുടക്കം തന്നെ ഫസ്റ്റ് ബോളിൽ തന്നെ കരുൺ നായർ, അദ്ദേഹം ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് മുംബൈക്കെതിരെ ഒരു അത്യുഗ്രൻ ഇന്നിങ്സോടുകൂടി ഈ സീസൺ സ്റ്റാർട്ട് ചെയ്ത് ബുംറേനെ കടിച്ച് പരത്തി സീസൺ തുടക്കമിട്ട് അദ്ദേഹത്തിന്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു മത്സരത്തിലും ശോഭിക്കാനായിട്ടില്ല. വളരെ മോശം സീസണായിട്ട് മാറിയേക്കാണ് അദ്ദേഹത്തിൻ്റെ. പെട്ടെന്ന് തന്നെ ഫാഫ് ഡുപ്ലസ് പോകുന്നു, അഭിഷേക് പോർല് പോകുന്നു. അവിടെ വിക്കറ്റിന് മുന്നിൽ ഷൻ വിക്കറ്റിന് മുന്നിൽ ഉനത്കടും അതുപോലെ തന്നെ കമിൻസും വിക്കറ്റുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കമിൻസ് ആണ് നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന വിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കമിൻസിന്റെ ഒരു 3 വിക്കറ്റ് അദ്ദേഹം തുടക്കം തന്നെ 3 വിക്കറ്റ് എടുക്കുന്നു. അതുപോലെ തന്നെ ഉനത്കട് വരുന്നു, അദ്ദേഹം വിക്കറ്റ് എടുക്കുന്നു. പെട്ടെന്ന് പിന്നീട് KL രാഹുലും അതുപോലെ തന്നെ അക്സർ പട്ടേലും കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ ഇന്നലെ കളിക്കേണ്ടതായിരുന്നു. പക്ഷെ അവരും പെട്ടെന്ന് തന്നെ ആയിരിക്കും അക്സർ പട്ടേലൊക്കെ ഒരു അനാവശ്യ ഷോട്ട് കളിച്ചതാണ് ഔട്ടായത്. പക്ഷെ എന്തായാലും DCയുടെ ആ ഒരു വാലറ്റം, അതായത് അശുതോഷ് ശർമ്മ അതുപോലെ തന്നെ വിപ്രാജ്, സ്റ്റബ്സ്, ഇവരെല്ലാവരും കൂടി ചേർന്ന് 136 എന്ന് പറയുന്നൊരു സ്കോറിലോട്ട്, ഒരു മാന്യമായ സ്കോർ എന്ന് പോലും പറയാൻ പറ്റില്ല, എന്തായാലും ഒരു സ്കോറിലോട്ട് എത്തിച്ചു ആ ടീമിനെ. എന്തായാലും SRHന് ഒരു വിജയം കരസ്ഥമാക്കാനുള്ള ഒരു അവസരമായിരുന്നു. പക്ഷെ ബാഡ് ലക്ക്, അവർക്കത് മിസ്സായി. മഴ DC രക്ഷിച്ചു എന്ന് തന്നെ പറയാം. കാരണം നിലവിൽ 11 പോയിന്റുമായിട്ട് 5ാം സ്ഥാനത്താണ് DC. ഇനി അവർക്ക് 3 മത്സരമുണ്ട്. അതിൽ 2 മത്സരം ജയിക്കുകയാണെങ്കിൽ പോലും അവർക്കൊരു സെമി സാധ്യത കാത്തിരിക്കുന്നുണ്ട്, പ്ലേ ഓഫ് സാധ്യത കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കളിയാണെങ്കിൽ നമുക്ക് കുറേ പേരെപ്പോൾ പ്ലേയേഴ്സിന് എടുത്ത് പറയാനാണെങ്കിൽ കരുൺ നായർ, അതുപോലെ ഡുപ്ലസിസ്, ഇവരുടെ ഇൻകൺസിസ്റ്റൻസി വല്ലാതെ ബാധിക്കുന്നുണ്ട് ടീമിനെ. തുടക്കത്തിൽ തന്നെയുള്ള ആ ഒരു വിക്കറ്റ് വീഴ്ചയും കാര്യങ്ങളും. അത് കഴിഞ്ഞ് KL രാഹുലിക്ക് എത്തുമ്പോഴും രാഹുലും ചിലപ്പോൾ പോകുന്നുണ്ട്, ചില സമയങ്ങളിൽ വിക്കറ്റ് വിട്ടിട്ടുണ്ട്. KL രാഹുലിന്, അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ്, KL രാഹുലിന് സ്വതസിദ്ധമായ ഒരു ശൈലിയിൽ കളിക്കാൻ DCയിൽ വന്നിട്ടും പറ്റുന്നില്ല എന്നുള്ളത്. നമ്മളിപ്പോൾ DCയുടെ ഈ എൻ്റയർ IPL DCയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പവർ പ്ലേയിൽ വിക്കറ്റ് കളഞ്ഞ ടീം DC ആണ്. ചെന്നൈ പോലെ 2ാം സ്ഥാനത്താണ്. അപ്പോൾ DCയുടെ ആ ഒരു ടോപ്പ് ഓർഡേഴ്സിന്റെ ഇൻകൺസിസ്റ്റൻസി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവർ ഒരുപാട് ചേഞ്ചസ് ഓൾറെഡി വരുത്തി കഴിഞ്ഞു. ടോപ്പിൽ തന്നെ കരുൺ നായരെ ടോപ്പിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇപ്പോൾ മെഗ്രിക്കിനെ മാറ്റി ഡുപ്ലസിനെ കൊണ്ടുവന്നു, അവിടെ ശരിയായില്ല, അപ്പോൾ കരുൺ നായരെ കൊണ്ടുവരുന്നു. കുറേ ചേഞ്ചസ് ഓൾറെഡി അവരവിടെ നോക്കി, ഒന്നും വർക്കാവുന്നില്ല. എന്തായാലും പ്ലേ ഓഫ് അടുക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് വലിയൊരു തലവേദന തന്നെയാണ് അവരുടെ ഈ ബാറ്റ്സ്മാൻമാരുടെ ഈ ഒരു ഫോമില്ലായ്മയും കാര്യങ്ങളും. എന്തായാലും അത് മാറ്റിയേ പറ്റൂ DCക്ക്. ഒരു പ്ലേ ഓഫ് സാധ്യത അവർക്ക്, പ്ലേ ഓഫിൽ ബെറ്റർ പെർഫോമൻസ് വേണമെങ്കിൽ അത് മാറ്റിയേ പറ്റുള്ളൂ. എന്തായാലും മത്സരം റിസൾട്ട് ഇല്ലാതെയാണ് അവസാനിച്ചത്. അപ്പോൾ മത്സരത്തെ പറ്റി നമുക്ക് കൂടുതലൊന്നും നിലവിൽ പറയാനില്ല. എന്തായാലും DC ഇപ്പോൾ തുടക്കത്തിൽ നല്ലൊരു കോമ്പറ്റീഷൻ രീതിയിൽ നല്ല രീതിയിൽ ടോപ്പിൽ കൊണ്ടുവന്നു. പക്ഷെ ഇപ്പോൾ ഡൗൺ ആണ്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ ഇനി പ്ലേ ഓഫിൽ പോലും കയറില്ല എന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും പ്ലേ ഓഫിൽ കയറിയിട്ടും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഇങ്ങനെയാണ് പെർഫോമൻസ് എങ്കിൽ വലിയ കാര്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഈ വീഡിയോനെ പറ്റിയുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ ഒക്കെ കമന്റ് ആയിട്ട് ഇടുക. അതുപോലെ നമ്മുടെ അടുത്ത വീഡിയോ ചെന്നൈ vs RCB മത്സരത്തെ പറ്റിയാണ്. അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കാണാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു.